നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്ത കൂടി നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ദിവസമാണിത്. എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഈ വന്യജീവി ആക്രമണം വളരെ രൂക്ഷമായിരുന്നു അല്ലേ? കാട്ടാന ആക്രമണം, അതേപോലെ ഈ പുലി ഇറങ്ങുക, പന്നിയുടെ ആക്രമണം, ഇങ്ങനെ തുടങ്ങി മനുഷ്യജീവനുകൾ തുടരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ചൊന്ന് മാറി നിന്നിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത സംസാരിക്കുന്നു. അതും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്ത സംസാരിക്കുന്നു. അതും കണ്ണൂർ ആറളം ഫാം നമുക്കറിയാം, നേരത്തെയും ഈ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ. അപ്പം വീണ്ടും അവിടെ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടു. ആനയുടെ ചവിട്ടേറ്റ ജീവൻ നഷ്ടപ്പെടുന്നത്. ആറളം ഫാം 10-ാം ബ്ലോക്കിൽ അനീഷാണ് മരിച്ചത്. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രദേശത്ത് നിരന്തരം കാട്ടാനയുടെ ആക്രമണമാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിമ്മി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആനമതിൽ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത് എന്നും ആരോപണമുണ്ട്. നമുക്ക് ആ പ്രതികരണം കേൾക്കാം. അനീഷ് എന്നാണ് പേര്. വീടിന്റെ മുറ്റത്ത് തന്നെ ആണ് സംഭവിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ ഫോറസ്റ്റിന്റെ RRT ടീം അനീഷിനെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ആനയുടെ ഗുരുതരമായ അതിക്രമങ്ങളുള്ള ഒരു മേഖലയാണ് ഫാമിന്റെ. പ്രത്യേകിച്ച് പട്ടികവർഗ ജനവാസ കേന്ദ്രങ്ങളിൽ കുറെ കാലങ്ങളായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അവതാളത്തിലാണ്. ആനമതില് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. ഒപ്പം താൽക്കാലിക ഫെൻസിങ് സംവിധാനമൊന്നും കാര്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പം ഇവർ ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ്, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകളാണ് നമ്മൾ കേട്ടത് ജിമ്മിയുടെ. ഇപ്പം പറഞ്ഞ പോലെ തന്നെ എത്രയോ നാളുകളായിട്ട് ഇവർ ഈ ഉന്നയിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഈ കാട്ടാനയുടെ ആക്രമണവും വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനും ഒക്കെ ഒരു സംവിധാനം ചെയ്തു തരണമെന്ന്. പക്ഷെ അതെല്ലാം തുടങ്ങി വയ്ക്കുന്നില്ല, അതൊന്നും പൂർത്തീകരിക്കുന്നില്ല, അതെല്ലാം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. നമ്മുടെ നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ ചേരുന്നത് ഈ മരണപ്പെട്ട ആളുടെ വീട്ടിൽ നിന്ന്, ഈ അനീഷിൻ്റെ വീട്ടിൽ നിന്നുമാണ് നമുക്കിപ്പം തത്സമയം ചേരുന്നത്. നിഖിലെ, ഇപ്പം അവിടുത്തെ സാഹചര്യം അത് തീർച്ചയായും വൈകാരികമായിരിക്കും. കാരണം ഇപ്പം നമ്മൾ നേരത്തെയുള്ള കാട്ടാന ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന വാർത്തകളൊക്കെയും പറയുന്നത് കാട്ടിൽ വെച്ചും കാട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്ന വഴിക്കുമൊക്കെ അങ്ങനത്തെ വാർത്തകളായിരുന്നുവെങ്കിൽ ഇത് വീടിൻ്റെ മുൻപിൽ വെച്ച് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ് കാട്ടാന ആക്രമണത്തിൽ. ഇപ്പോൾ വീട്ടിലെ നിലവിലെ സാഹചര്യം എന്താണ്? ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളിലൊക്കെ എന്താ അപ്ഡേറ്റ്? സേതു, ഞാൻ ഏതായാലും ഈ കൊല്ലപ്പെട്ട അനീഷിൻ്റെ വീട്ടിലാണ് ഉള്ളത്. സേതു പറഞ്ഞതുപോലെ നമ്മളെ വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം അനീഷും ഭാര്യയും മക്കളുമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. പുലർച്ചെ 3:30 ഇവർ പുറത്തിറങ്ങിയതാണ്, വീടിന് പുറത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്ത് നമുക്കൊരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാം, ഈ വഴിയിലാണ് ആന ആദ്യം ഉണ്ടായത്. അവിടെ ഒരു പ്ലാവ് കാണാം, അതിനടുത്താണ് ആന ആദ്യം ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതിന് ഇവരെ കണ്ടതോടുകൂടി അവരുടെ പിന്നാലെ ഓടി. സമയത്ത് നമുക്ക് പോലീസ് മാർക്കിലേക്ക് വെച്ചിരിക്കുന്ന സ്ഥലം കാണാം. അവിടെ വെച്ച് ആന ചവിട്ടി കൊല്ലുകയായിരുന്നു. ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി മുതൽ ആനയെ തുരത്തുന്നുണ്ടായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. അവിടെ നിന്ന് തുരത്തിവിട്ട ആനകളെ റോഡിൽ നിന്ന് ഈ പടക്കം പൊട്ടിച്ച് തുരത്തുന്നു. അത് തുരത്തിയതിനു ശേഷം ഈ ആനകൾ ഇങ്ങോട്ടാണ് ഓടി വന്നത്. പക്ഷേ ഈ ആന ഇങ്ങോട്ട് ഓടിയ സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ആനയെ പിന്തുടർന്നില്ല. അങ്ങനെ ആണ് ഈ ആന ഈ വീടുകളുള്ള ഈ പ്രദേശത്തേക്ക് എത്തിയതും അനീഷിനെ ചവിട്ടി കൊല്ലുന്നതും എന്നുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ നിരുത്തരവാദപരമായ സമീപനം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുകൂടി പറയുന്നുണ്ട്. നമുക്ക് ഈ പ്രദേശവാസിയുടെ ഒരുപാട് ആവശ്യമില്ലാതെ ഒരുപാട് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ പണിത് കൂട്ടിയിട്ടുണ്ട്. ആ പൈസ ആദിവാസിക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ഇത്ര ആൾക്കാർ ഇതിനെ സംഭവിക്കില്ല. സർക്കാർ രാഷ്ട്രീയക്കാർ അവരുടെ ഈ കമ്മീഷൻ അടിച്ചു മാറ്റാനുള്ള പരിപാടിക്കല്ലാതെ വേറെ ഒന്നും നിൽക്കുന്നില്ല. കാരണം ഇതിനകത്ത് ഒരു ബിൽഡിങ് വന്നു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ കമ്മീഷൻ ചിലപ്പോൾ അടുത്ത് രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനോ അതിൻ്റെ വീതം കിട്ടുമായിരിക്കും. ഒരു നോക്ക് കുത്തിയ ഒരു TRDM ഓഫീസുണ്ട്. എന്തിനു കൊള്ളാം?
വെറുതെ ഒരു TRDM ഓഫീസ്. ഒരു ആനയെ അവിടുന്ന് തുരത്തി വിട്ടതായിരുന്നല്ലോ. അവിടുന്ന് ആന ഇന്നലെ അവിടുന്ന് തുരത്തിയതായിരുന്നു. ആന ഇന്നലെ ഇതിനകത്ത് ഡെയിലി ആനയാ. നമുക്ക് മര്യാദക്കൊന്നും മൂത്രമൊഴിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ രാവിലെ രാത്രി ബക്കറ്റിനകത്ത് മൂത്രമൊഴിച്ചിട്ട് പുറമെ കൊണ്ട് കളയേണ്ട അവസ്ഥ വന്നു. താമസമൊന്നുമില്ല. ഇതിനകത്ത് ഒരു 10 മീറ്റർ ഇടയിൽ കൂടി ആന കടന്നു പോകുന്നു. ഇനി മതിൽ കെട്ടി എന്നെ കൊണ്ടൊന്നും പ്രയോജനം. കാരണം ചീങ്കണ്ണി പുഴയിൽ കൂടെ ആന കയറും. അവിടെ ഒരു സംവിധാനവും ഇല്ല. ആന കയറിയാൽ ഇങ്ങോട്ട് വരാം. എല്ലായിടത്തും ആനക്ക് അറിയാം. നമ്മൾ ഈ 1 ഇഞ്ച് സ്ഥലം ആനക്ക് അറിയാത്തത്. മനുഷ്യരെക്കാലം കൂടുതൽ ആനക്ക് അറിയാം ഈ ആന കേരള ഫാമിനെ കുറിച്ച്. കാരണം ആന വരും. ഇത് വെറുതെയാണ്. സർക്കാരിന് ഇപ്പൊ ഓരോ ആളെ ആന കൊല്ലുമ്പോഴും സർക്കാരിന്റെ ഒരു പ്രഹസനം. 5 ലക്ഷം കൊടുക്കുക. 5 ലക്ഷം കൊടുത്ത ഒരു ജീവൻ കിട്ടുമോ? വെറുതെയാണ് സർക്കാർ. വെറുതെ ആദിവാസിക്ക് വേണ്ടി സ്ഥലം കൊടുത്തിട്ട് പിന്നെ സർക്കാർ തിരിച്ചു നോക്കിയിട്ടില്ല. അതാണ് അവസ്ഥ. ചെയ്തു. ഏതായാലും ഈ പുനരധിവാസ മേഖലയിലുള്ള ആളുകൾ ഈ കാട്ടാന ശല്യം കൊണ്ട് അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് അവർ പറയുന്നത്. ഏറ്റവും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ വാക്കുകളിൽ ഈ ആനപ്പേടി കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ആ വീട്ടിനകത്ത് ബക്കറ്റിൽ മൂത്രം ഒഴിച്ച് അതിനുശേഷം നേരം വെളുത്തതിന് ശേഷം ആ മൂത്രം പുറത്തു കൊണ്ട് കളയുന്ന അത്രത്തോളം പേടിയിൽ അത്രത്തോളം ഭീകരമായ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. എനിക്ക് പറഞ്ഞു ഈ ശവം എടുക്കാൻ പാടില്ല. അങ്ങനെ 10 ലക്ഷം 20 ലക്ഷം ആദിവാസി കൊടുത്ത് ലാലിത്യം മാറാൻ വേണ്ടി ഒന്നും കൊടുത്ത് തടി ഊരാൻ നോക്കണ്ട. ഇതിന് നടപടി എടുത്തിട്ട് ഈ ബാക്കിലെ നടപടി ചെയ്യാൻ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഏതായാലും മനീഷിന്റെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരും. സ്വാഭാവികമായും ഇവരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് അവരുടെ ജീവിതം അത്രത്തോളം രൂക്ഷമായ ഒരു അവസ്ഥയെ നേരിടുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമെന്ന് അവർ പറയുന്നു. അവിടെ ഒരു ജീവൻ കൂടി പൊലിയുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ആറളത്ത് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും നിഖിൽ, തീർച്ചയായും മരിച്ച അനീഷിന്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് നിഖിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.